സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന നസ്രിയയും ബേസിൽ ജോസഫും ഒന്നിച്ച ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള കളക്ഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ചിത്രത്തിൻ്റെ ആദ്യ ഷോയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം വരുന്നത് വരെ ബുക്ക് മൈ ഷോ ആപ്പിൽ മണിക്കൂറിൽ 1500 ടിക്കറ്റ്സുകളായിരുന്നു സോൾഡ് ഔട്ട് ആയിരുന്നതെങ്കിൽ ചിത്രത്തിന് എങ്ങും പോസിറ്റീവ് റിപ്പോർട്ട് വന്നതിന് ശേഷം ഒറ്റയടിക്ക് പുഷ് ആവുകയായിരുന്നു. അത് മിനിറ്റുകളെ കൊണ്ട് 2000-ലേക്കും 3000-ലേക്കും 4000-ലേക്കും 5000-ലേക്കും വരെ എത്തി. ഇപ്പോൾ ഇതാ ഈ ഒരു 7 o'clock അടുത്ത സമയമാകുമ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ 7000 അടുത്ത് ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ഈ ചിത്രത്തിൻ്റെ അടുത്ത് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. നവംബർ മാസത്തിൽ അധിക പ്രേക്ഷകരെയും തിയേറ്ററിൽ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ മലയാളത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ചിത്രം ആ ഒരു കുറവ് നികത്തുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഒരു ഭാഗ്യനായകനായി മാറുകയാണ് മലയാളത്തിൽ ബേസിൽ ജോസഫ്. മിനിമം ഹിറ്റ് മിനിമം ഗ്യാരണ്ടി എന്നുള്ള ഒരു ലേബലിലേക്ക് ബേസിൽ ജോസഫ് വീണ്ടും എത്തപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെർ അവറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം 7000-ഓളം ടിക്കറ്റുകൾ സോൾഡ് ഔട്ട് ആവുന്നുണ്ടെങ്കിൽ ഒരു 8 മണി സമയമൊക്കെ ആകുമ്പോൾ അത് 8000-ലേക്കും ഒരു 9000-ലേക്കും വരാൻ എത്താനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും മികച്ചൊരു വീക്കെൻഡ് കളക്ഷൻ ഉറപ്പിച്ച് ബേസിൽ ജോസഫിന്റെ നസ്രിയ ടീമിന്റെ സൂക്ഷ്മദർശിനി മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് സഞ്ചരിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. പടം കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്.